സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ക്ലാസ് റേസസ് ആൻഡ് ഗെയിംസ് ഓഫ് സ്കിൽസ്. അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ കഴിയുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഈ റേസസ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ ഈ മാത്തമാറ്റിക്സിൽ നമുക്ക് എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ, അതായത് കുറച്ച് മാത്തമാറ്റിക്കൽ ടേംസ് നിങ്ങൾ പരിചയപ്പെടണം. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഡിസ്റ്റൻസ് ഫോർമുലയ്ക്ക് ഇവിടെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് എന്താണ് റേസസ് എന്ന് പറയുന്നത്. റേസസ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ എ കോൺടെസ്റ്റ് ഓഫ് സ്പീഡ് ഇൻ റണ്ണിങ്, റൈഡിങ്, ഡ്രൈവിംഗ്, സെയിലിംഗ്, റോയിങ് ഈസ് കോൾഡ് എ റേസ്. നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഓട്ട മത്സരം, അതൊക്കെ അങ്ങനെ ഒരു സങ്കല്പം മാത്രം നിങ്ങൾക്ക് മതി. അപ്പം രണ്ട് പേഴ്സൺസ് ഉള്ളതും അതുപോലെ തന്നെ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിൽ രണ്ട് കണ്ടസ്റ്റന്റെയും അതുപോലെ തന്നെ 3 കണ്ടസ്റ്റന്റ് ഉള്ള റേസസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മേ ബി അത്രയും ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ. പിന്നെ റേസ് കോഴ്സ് എന്ന് പറയുന്നത് എ ഗ്രൗണ്ട് ഓർ പാത്ത് ഓൺ വിച്ച് കണ്ടസ്റ്റന്റ്സ് ആർ മേഡ് ഈസ് കോൾഡ് എ റേസ് കോഴ്സ്. ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ്, നിങ്ങൾക്ക് അറിയാം. വിന്നിംഗ് പോയിന്റ്, വിന്നർ, ഡെഡ് ഹീറ്റ് റേസ്. ഇതിനകത്ത് ഒരു ടേം ഡെഡ് ഹീറ്റ് റേസ്. If all the persons contesting a race reach the goal or winning point exactly at the same time, then the race is said to be dead heat race. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. നിങ്ങൾ സാധാരണ രീതിയിൽ ഒരു ഓട്ട മത്സരം എന്നുള്ളത് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അതിൻ്റെ അകത്ത് വിന്നിംഗ് പോയിന്റ് എന്ന് പറയുന്നതും വിന്നറും ഡെഡ് ഹീറ്റ് റേസും എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിളുമായിട്ട് മാച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം റേസസിന്റെ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ. അപ്പം ഫസ്റ്റ് വൺ ഒരു നോട്ട് പോലെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. പോയിന്റ് 1, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് അടുത്ത 2 പോയിന്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫസ്റ്റ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് 2 പേഴ്സൺ കണ്ടസ്റ്റന്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേർഡ് കാണാം. ഇഫ് എ beats B, if A beats B by 100 meter, if A beats B by 100 meter. അപ്പം ഒരു ഓട്ട മത്സരമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ ഇതിനകത്ത് ആരാണ് വിന്നർ, ആരാണ് ലൂസർ എന്നുള്ളത്, അല്ലെ? ഇവിടെ ഈ ഒരു പറയുന്ന കേസിൽ ഇവിടുത്തെ വിന്നർ എന്ന് പറയുന്നത് എ ആണ്. എ ഇസ് ദി വിന്നർ. കാരണം എ ആരെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്? ബിനെയാണ്. സോ ബി ഇസ് ദി ലൂസർ. ലൂസർ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വേർഡ് കാണാം, ബൈ എന്നുള്ളത്. അപ്പൊ ഈ ബൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു കോളേജ് ഇലക്ഷനാണ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇപ്പം ഞാനും വേറൊരാളും മത്സരിച്ചു എന്ന് വിചാരിക്കാം. ഞാൻ മത്സരിച്ചു, എനിക്ക് 120 വോട്ട്സ് കിട്ടി. 120 വോട്ട്സ്. ദെൻ ഞാനൊരു എക്സ് എന്ന് പറയുന്ന ഒരാളോടായിട്ടാണ് മത്സരിച്ചിരിക്കുന്നത്, അയാൾക്ക് കിട്ടിയിരിക്കുന്നത് 100 വോട്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വിന്നർ എന്ന് പറയുന്നത് ഞാനാണ്, ലൂസർ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പം ഈ രീതിയിൽ പറഞ്ഞാൽ, അതായത് ബിനോയ് won the election by 20 votes. 20 votes. ഈ ഒരു സെന്റൻസിൽ തന്നെ ആരാണ് വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു ബിനോയ് won the election by
20 watts. അപ്പൊ ഈ ബൈ എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആരുമായിട്ടാണോ മത്സരിച്ചത് അയാളും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് ആണ്. എത്ര വോട്ടിന്റെ ഡിഫറൻസ് ആണോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കോണ്ടസ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത് അസ്യൂം ചെയ്യാം. ഈ ബൈ എന്ന് പറയുന്നത് ഡിഫറൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ആ രീതിയിൽ ഇഫ് എ ബീറ്റ്സ് ബി ബൈ 100 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1000 മീറ്റർ റേസ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഒരു 1000 മീറ്റർ റേസ്. ഓക്കെ, 1000 മീറ്റർ റേസ്. അപ്പം ഇതൊരു റേസ് ട്രാക്ക് ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അതേപോലെ തന്നെ ഒരു എൻഡിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടാവും. or finishing point. Then നമ്മൾ പറഞ്ഞു ഇതൊരു 1000 മീറ്റർ റേസ് ആണ്. 1000 മീറ്റർ റേസ്. ഓക്കെ, അപ്പം എയും ബിയും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുകയാണ്, റേസിൽ പങ്കെടുക്കുകയാണ്. അപ്പം ഈ ഒരു സെന്റൻസ് മീൻ ചെയ്യുന്നത് ആരാണ് വിൻ ചെയ്തിരിക്കുന്നത് എന്നാണ്? എ വിൻ ചെയ്തിരിക്കുന്നതെന്നാണ്. അതായത് എ എന്ന് പറയുന്നയാള് ഇവിടെ ഈ 1000 മീറ്റർ കവർ ചെയ്ത ആ ഒരു പോയിന്റിൽ ഡിസ്റ്റൻസ് ഓഫ് എ 1000 ആകുമ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ആള് എത്ര മീറ്റർ ആണ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക? അവിടെ പറയുന്നുണ്ട്, ഈ സെന്റൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എ ബീറ്റ്സ് ബി ബൈ 100 മീറ്റർ. അതായത് എ ഈ ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ എ വിന്നർ ആയി. അപ്പം ബി എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെ നിന്ന് ഒരു 1000 മീറ്റർ പിറകിൽ 100 മീറ്റർ പിറകിലായിട്ടാണ് ആ സമയത്ത് ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ഓഫ് ബി ഇസ് ഈക്വൽ ടു വാട്ട്? 900 മീറ്റർ. അപ്പം ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 1000 മീറ്റർ ആകുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഓഫ് ബി എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റൻസിനെ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്കറിയാം ഡിസ്റ്റൻസ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ബി പ്ലസ് ആ ഡിഫറൻസ് എത്രയാണ്? 100. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ബി ഇസ് ഈക്വൽ ടു വാട്ട്? ഡിസ്റ്റൻസ് ഓഫ് എ മൈനസ് 100. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ പല ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു പോയിന്റ് 1 ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇഫ് എ ബീറ്റ്സ് ബി ബൈ 100 മീറ്റർ മീൻസ് ഡിസ്റ്റൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ റേസ് ആണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1000 ആകുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 900 മീറ്റർ ആണ്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു എക്സ് മീറ്റർ. ഒരു എക്സ് മീറ്റർ റേസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് മൈനസ് 100 മീറ്റർ ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് പോയിന്റ് 1. Then next point. ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ ഡിസ്റ്റൻസിനെയാണ് രണ്ടുപേരും തമ്മിൽ അവിടെ കമ്പാരിസൺ വരുന്നത്. ഇനി പോയിന്റ് 2 കമ്പാരിസൺ ടൈമുമായിട്ടാണ്. പോയിന്റ് 2 നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇവര് തമ്മിലുള്ള ടൈമിന്. അപ്പൊ ഇവിടെയും ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എ ബീറ്റ്സ് ബി. കാരണം ഇവിടെ ഈ ഒരു ഇത്തരം കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എ ഇസ് ദി വിന്നർ ആൻഡ് ബി ഇസ് ദി ലൂസർ. Then എ ബീറ്റ്സ് ബി ബൈ 20 seconds. ഓക്കെ, അപ്പം ഈ ഒരു സെന്റൻസ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇവിടെ എ ആരെയാണ് തോൽപ്പിച്ചത്? ബിനെ. എത്ര സെക്കൻഡ്? 20 സെക്കൻഡ്
ടൈമില്, അതായത് ബിക്ക് 20 സെക്കൻഡ് സമയം കൂടി എവിടെ വേണം, ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ വേണം. ആ സമയത്ത് എ ഈ 20 സെക്കൻഡ് നേരത്തെ, ബിനേക്കാളും 20 സെക്കൻഡ് നേരത്തെ ഫിനിഷിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ എൻഡിങ് പോയിന്റിൽ എത്തി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എ ഇസ് ദി വിന്നർ, എ ആണ് ഇവിടുത്തെ വിന്നർ, എ ഇസ് ദി വിന്നർ ആൻഡ് ബി ഇസ് ദി ലൂസർ. എ ഇസ് ദി വിന്നർ ആൻഡ് ബി ഇസ് ദി ലൂസർ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം, സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ ഒരു 1000 മീറ്റർ റേസ് കൺസിഡർ ചെയ്യാണ്. ദെൻ എയും ബിയും ഒരേ പൊസിഷനിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എയും ബിയും സ്റ്റാർട്ടിംഗ് ടൈമിൽ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സെയിം പൊസിഷനിലാണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, ഈ 1000 മീറ്റർ ട്രാവൽ ചെയ്യാൻ എ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്, യു ജസ്റ്റ് അസ്യൂം ദാറ്റ് ടൈം ഓഫ് എ is equal to 80 സെക്കൻഡ്. ടൈം ഓഫ് എ ഇസ് ഈക്വൽ ടു 80 സെക്കൻഡ്. അതായത് ഈ വിന്നിംഗ് പോയിന്റിൽ എത്താനായിട്ട്, ഈ 1000 മീറ്റർ കവർ ചെയ്യാനായിട്ട് എ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 80 സെക്കൻഡ് ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ വിന്നിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട് ബി എടുക്കുന്ന സമയം എത്രയായിരിക്കും? ബി എടുക്കുന്ന സമയം എത്രയായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഡിഫറൻസ്, ഈ സമയം തമ്മിൽ, ഇവിടെ ഞാൻ പറഞ്ഞു ബൈ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. എയും ബിയും തമ്മിലുള്ള ഒരു ടൈമിന്റെ കമ്പാരിസൺ ആണ്. അപ്പൊ ഇവിടെ 20 സെക്കൻഡ് ആണ് അത് ഡിഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ട് പോസിബിലിറ്റി ഉണ്ട് ടൈം ഓഫ് ബി എന്ന് പറയുന്നതിന്. 100 സെക്കൻഡ്, അതായത് 18 100 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. അതേപോലെ അല്ലെങ്കിൽ 60 സെക്കൻഡ്. 60 സെക്കൻഡ് ടൈം ഓഫ് ബി ഫോർ കവറിംഗ് 1000 മീറ്റർ. 1000 മീറ്റർ കവർ ചെയ്യാനായിട്ട് ബി എടുത്തിരിക്കുന്ന സമയം അത് എത്രയായിരിക്കും? ഇവിടെ ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ രണ്ട് പോസിബിലിറ്റിയിലും ഇവർ തമ്മിലുള്ള ടൈമിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. ക്ലിയർ ആണ്? അപ്പൊ ഫസ്റ്റ് പോസിബിലിറ്റി നിങ്ങൾ ഇതൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയാൽ 60 സെക്കൻഡ്. 60 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് 1000 മീറ്റർ കവർ ചെയ്യാനായിട്ട് 60 സെക്കൻഡ് എടുത്തു. എ എന്ന് പറയുന്നത് എത്രയാണ്? 80 സെക്കൻഡ് ആണ് എടുക്കുന്നത്. അപ്പൊ ആ സ്വാഭാവികമായിട്ടും ആ കേസിൽ വിന്നർ ആരായിരിക്കും? വിന്നർ എന്ന് പറയുന്നത് ബി ആയിരിക്കും. കാരണം ബി ആണ് 60 ഏറ്റവും പെട്ടെന്ന് തന്നെ ആ 1000 മീറ്റർ കവർ ചെയ്തിരിക്കുന്നത്, അതായത് 60 സെക്കൻഡ് കൊണ്ട്. അപ്പം നമുക്ക് പക്ഷേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എ എന്ന് പറയുന്നയാള് ബിനെ, എ ബീറ്റ്സ് ബി എന്നുള്ളത്. അപ്പം ഈ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ബി ആയിരിക്കും വിന്നർ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എ ബീറ്റ്സ് ബി ആയതുകൊണ്ട് ഈ പോസിബിലിറ്റിയാണ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ടൈം ഓഫ് ബി എന്ന് പറയുന്നത് 100 സെക്കൻഡ്. ഓക്കെ ബൈ. ദെൻ ടൈം ഓഫ് ബി. ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫോർമുല കിട്ടും, ടൈം ഓഫ് ബി എന്ന് പറയുന്നത്. അതായത് ബി എന്ന് പറയുന്നയാള് 1000 മീറ്റർ കവർ ചെയ്യാനായിട്ട് എത്ര സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും? ടൈം ഓഫ് എ, അതായത് എ എന്ന് പറയുന്നയാള് 1000 മീറ്റർ കവർ ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയത്തിനേക്കാളും ഒരു 20 സെക്കൻഡും കൂടി ബി എടുക്കും. അതാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, നമ്മളത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പം ടൈം തമ്മിലുള്ള കമ്പാരിസണും ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് തമ്മിലുള്ള കമ്പാരിസണും നമ്മളിപ്പം കണ്ടു കഴിഞ്ഞാൽ, ഇനി അടുത്തൊരു മൂന്നാമത്തെ ഒരു പോയിന്റ്, നോട്ട് 3. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സെന്റൻസ് ആണ്. എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 10 meter. എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 10 meter. അല്ലെങ്കിൽ ഞാൻ ഇതിനൊന്നുകൂടി ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യാണ്. ഓർ ബി ഈസ് 10 meter ahead of A. എന്താണ് ഇതിന്റെ മീനിങ് എന്നുള്ളത്? നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു 1000 മീറ്റർ റേസ് ട്രാക്ക് കൺസിഡർ ചെയ്തു. 1000 മീറ്റർ ആണ്. മീറ്റർ. ഇവിടെ പക്ഷേ എയുടെയും ബിയുടെയും പൊസിഷൻ
ഒരുപോലെ ആയിരിക്കില്ല. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആയിരിക്കില്ല എയുടെയും ബിയുടെയും പൊസിഷൻ. ഈ ഒരു സെന്റൻസ് പറയുന്നത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതുപോലെ തന്നെ ദിസ് ഇസ് ഫിനിഷിംഗ് പോയിന്റ്. ക്ലിയർ? ഈ സെന്റൻസ് പറയുന്നത് എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 10 മീറ്റർ, ഓർ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്തത്. ബി ഈസ് 10 മീറ്റർ എഹെഡ് ഓഫ് എ. ബി ഈസ് 10 മീറ്റർ എഹെഡ് ഓഫ് എ. അതായത് എയിനേക്കാളും 10 മീറ്റർ മുമ്പിലാണ് ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് എ നിൽക്കുന്നത്. ഇവിടെ നിന്നും മുന്നോട്ട് ഒരു 10 മീറ്റർ മാറിയാണ് 10 മീറ്റർ വ്യത്യാസത്തിനാണ് ആരുണ്ടാവുക? ബി എന്ന് പറയുന്നയാള് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാം ബി ഈസ് 10 മീറ്റർ എഹെഡ് ഓഫ് എ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എ എന്ന് പറയുന്നത്, എ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫിനിഷിംഗ് പോയിന്റിൽ എത്താനായിട്ട് എ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. പക്ഷെ ബി കവർ ചെയ്യുന്ന ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ വേണ്ടി ബി കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 10 മീറ്റർ കുറവാണ്. കാരണം എനേക്കാളും 10 മീറ്റർ മുമ്പിലാണ് ബിയുടെ പൊസിഷൻ, അല്ലെ? അപ്പം ബിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. എനേക്കാളും 10 മീറ്റർ മുമ്പിലുണ്ട് ഈ പോയിന്റ്. അപ്പൊ ഇവിടെ നിന്നും 1000 മീറ്ററിലേക്ക് എത്താനായിട്ട് ബി കവർ ചെയ്യേണ്ടത് 990 മീറ്റർ ആണ്. 990 മീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വരുന്ന ഏത് പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഇത് എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 10 മീറ്റർ. അപ്പൊ 2 ആൾക്കാരുടെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തൊരു സ്പെഷ്യൽ കേസായിട്ട് 3 പേരുടെ കേസിൽ നമ്മൾ പറയും. അതായത് എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 10 മീറ്റർ എന്ന് പറയുന്നതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന വ്യക്തി 1000 മീറ്റർ ഫിനിഷ് ചെയ്യാൻ, അതായത് നമ്മുടെ 1000 മീറ്റർ ആണ് നമ്മളെ റേസ് എങ്കിൽ ആ സമയത്ത് ബി എന്ന് പറയുന്നയാള് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും, അതായത് എ എന്ന് പറയുന്ന ആളാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഉണ്ടാവുക, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 10 മീറ്റർ വ്യത്യാസത്തിന് മുമ്പിലായിരിക്കും ബി എന്ന് പറയുന്ന ആളുണ്ടാവും. അപ്പം ഇങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒന്ന് ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആക്ച്വൽ മീനിങ് കിട്ടും. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. പിന്നീട് ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ എ ബി സി, ഈ 3 അല്ലെങ്കിൽ പി ക്യു ആർ, ഇങ്ങനെ 3 ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗെയിംസും മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ, ഒരു സ്പെഷ്യൽ കേസായിട്ട്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Okay, first question. In a 300-meter race, P gives some start to Q. ഇവിടെ 2 contestant ആണുള്ളത്, P യും Q. And this makes the length of the race for Q 215 meter. Okay, what start does Q get from P? ക്ലിയർ ആണല്ലോ? നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വലിയ ഏതൊരു ക്വസ്റ്റ്യൻ പോലെ നമുക്ക് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ റേസ് എത്ര മീറ്ററിന്റെ റേസ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ ഒരു പിക്ചർ പ്രസന്റേഷൻ തരുന്നത്. 300 മീറ്റർ റേസ് ആണ്. 300 മീറ്റർ റേസ് ആണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. P gives some start to Q എന്ന് പറയുമ്പോൾ Q is some meter ahead of P എന്നാണ്. അതായത് P ആണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഉണ്ടാവുക. ഇവിടെ നിന്നും കുറച്ചു
കുറച്ച് മാറിയാണ് ക്യൂവിന്റെ പൊസിഷൻ. ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് സം സ്റ്റാർട്ടഡ് ടു ക്യൂ. അത് നമുക്ക് അറിയത്തില്ല, അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ? സം സ്റ്റാർട്ടഡ് ടു ക്യൂ ആൻഡ് this makes q this makes the length of the race for q is 215 meter. അതായത് ഈ പൊസിഷനിൽ നിന്നും ബാക്കി ക്യൂവിന് ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടത് ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 215 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര മീറ്റർ അഡ്വാൻറ്റേജ് ആണ് പി ക്യൂവിന് കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം ടോട്ടൽ 300 മീറ്റർ റേസ് ആണ്. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ടോട്ടലിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും 85 മീറ്റർ. ക്ലിയർ അല്ലേ? ഹിയർ പി ഗീവ്സ് 85 മീറ്റർ സ്റ്റാർട്ട് ടു ക്യൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പർട്ടിക്കുലർ ഈ ഒരു കേസിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡിഫറൻസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. In a 100-meter race, a defeat B by 5 seconds. If the speed of A is 18 kilometer per hour, then the speed of B, question പറയുന്നത് in kilometer per hour, is dash. നമ്മൾ ബിയുടെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് in kilometer per hour. ഓക്കെ, ഇപ്പം റേസിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് 100 മീറ്റർ ആണ്. അവിടെ ആരാണ് വിന്നർ ആരാണ് ലൂസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഇസ് ദി വിന്നർ, എ ആണ്. എ ഡിഫീറ്റ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ എ ഡിഫീറ്റ് ബി എന്ന് പറയുമ്പോൾ എ ഇസ് ദി വിന്നർ ആൻഡ് ബി ഇസ് ദി ലൂസർ. ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഇവിടെ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ടൈമിലാണ്. ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്സിലാണ്. അതായത് എ അവിടെ വിന്നിംഗ് പോയിന്റിലെത്തി 5 സെക്കൻഡിന് ശേഷം മാത്രമാണ് ബി എന്ന് പറയുന്നയാള് വിന്നിംഗ് പോയിന്റിലേക്ക് എത്തുകയുള്ളൂ. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ. Okay, this is a 100-meter race. Then എയും ബിയും സെയിം പൊസിഷനിൽ നിന്നാണ്, വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ എ വിൻ ചെയ്യുന്ന സമയത്ത് എ വിൻ ചെയ്ത സമയത്ത് ബിയുടെ പൊസിഷൻ എക്ക് പുറകിലാണ്. നമുക്ക് ക്ലിയർ ആണല്ലോ, എക്ക് പുറകിലാണ്. പക്ഷെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിലല്ല തന്നിരിക്കുന്നത്. എങ്ങനെയാണ് തന്നിരിക്കുന്നത്? സെക്കൻഡ്സിലാണ് തന്നിരിക്കുന്നത്. അത് എത്ര സെക്കൻഡ് ആണ്? 5 സെക്കൻഡ് ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ബിക്ക് 100 മീറ്റർ, അതായത് ടൈം ഓഫ് ബി കംപ്ലീറ്റ് 100 മീറ്റർ ഈസ് ഈക്വൽ ടു വാട്ട്? എ എടുത്ത സമയത്തിനേക്കാളും ഒരു 5 സെക്കൻഡും കൂടി കൂടുതൽ ബിക്ക് വേണ്ടി വരും. അപ്പൊ ടൈം ഓഫ് എ അത് നമുക്കറിയില്ല. ദെൻ പ്ലസ് 5 സെക്കൻഡ്, ആ ഡിഫറൻസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് 5 സെക്കൻഡ് എന്നുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾക്കറിയാം. ഇനി വേറെ നിങ്ങൾക്കറിയാവുന്ന എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ്. എയുടെ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് എ ഈസ് 18 കിലോമീറ്റർ and we need to find the speed of B in kilometer per hour, and we know that the time is equal to what? Time is equal to distance by speed. And for A എന്ന് പറയുന്ന ആളുടെ സമയം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് അത് എത്രയാണ്? 18 കിലോമീറ്റർ പെർ അവർ ആണ്. പക്ഷെ നമ്മുടെ സമയം, അതിന് ഡിഫറൻസ് ആയിട്ടുള്ള സമയം തന്നിരിക്കുന്ന സെക്കൻഡിലായതുകൊണ്ട് നമ്മൾ അതിനെ കിലോമീറ്റർ പെർ അവർ എന്നുള്ളതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഫോർ എ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. 100 മീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 18. പക്ഷേ 18 കിലോമീറ്റർ പെർ അവറിലായതുകൊണ്ട് നമ്മൾ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
Okay, 5 by 18. So this is equal to 18 and 18 cancel, 5 and 100 is equal to 20. But 20 22nd ആണ് എ എന്ന് പറയുന്നയാള് ഇത് കവർ ചെയ്തെടുക്കുന്ന സമയം. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വിന്നിംഗ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 22nd ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി എടുക്കുന്ന സമയം എത്രയായിരിക്കും? എ എടുക്കുന്നത് നമുക്ക് കണ്ടുപിടിച്ചു 22nd. അങ്ങനെയാണെങ്കിൽ ബി 100 മീറ്റർ കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിന്നിംഗ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയം 25 സെക്കൻഡ് ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്പീഡ് ഓഫ് ബി ആണ്. നമുക്കറിയാം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ടൈം നിങ്ങൾക്കറിയാം 25 സെക്കൻഡ്. 25 is equal to, അല്ലെങ്കിൽ ഈ ഫോർമുലേനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, സ്പീഡ് is equal to distance by time is equal to, what is the distance? 100 meter, and ഇതിനെടുക്കുന്ന സമയം എത്രയാണ്? 25. So this is equal to what? 4 meter per second ആണ് കേട്ടോ. ഇവിടെ നമ്മൾ 100 മീറ്ററിലാണ്, 25 സെക്കൻഡിലാണ്, അത് 4 meter per second ആണ്. പക്ഷെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബിയുടെ സ്പീഡ് കിലോമീറ്റർ പെർ അവറിലേക്കാണ്. അപ്പം എങ്ങനെയാണ്? 4 into, ഞാൻ പലപ്പോഴും ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ സ്പീഡിനെ കിലോമീറ്റർ പെർ അവറിലേക്കും മീറ്റർ പെർ സെക്കൻഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ ആയിട്ട് ഈ ഒരു നമ്പർ, ഒരു മാജിക്കൽ നമ്പർ ആണ് 5 by 18 അല്ലെങ്കിൽ 18 by 5. ഓക്കെ എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ഓർത്തിരിക്കുക. ഇത് നമ്മൾ ഈ ന്യൂമറേറ്റർ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഇത് ഇവിടെ ചെറുതാണ് അല്ലെ, ഈ 18നെ അപേക്ഷിച്ച്. ഇത് വലുതിനെ ചെറുതിലേക്കും, ഇത് 18 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ഇവിടെ വലുതാണ്, അപ്പം വലുതിലേക്കായിട്ടുള്ള കൺവേർഷൻ ആയിട്ടും അത് ഉപയോഗിക്കാം. അതായത് ഇപ്പൊ ഇവിടെ മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫ്രാക്ഷൻ 18 by 5 ആണ്. So this is equal to, simplify it, and you will get it is equal to 14.4 kilometer per hour. 14.4 kilometer per hour. ഓക്കെ, അപ്പൊ ഇത് നമ്മളൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് മനസ്സിലാക്കി എടുക്കുക. ഇവിടെ സ്പീഡ് കണ്ടുപിടിക്കാനാണ്. Question number 3. In a 100 meter race, P runs at the speed of 4 kilometer per hour, and P gives Q a start of 4 meter, and still beats Q by 15 seconds. Find the speed of Q. Okay, question കൃത്യമായിട്ട് മനസ്സിലാക്കുക. തന്നിരിക്കുന്ന റേസ് 100 meter റേസ് ആണ്. 100 meter race. ഓക്കെ, ഇവിടെ പിയുടെ സ്പീഡ് തന്നിട്ടുണ്ട്. പി റൺസ് അറ്റ് എ സ്പീഡ് 4 kilometer per hour, ആൻഡ് പി ഗീവ്സ് Q a start of 4 kilometer. That means Q is 4 meter ahead of P. P ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഉണ്ടാവുക, ആൻഡ് Q എന്ന് പറയുന്നയാള് 4 മീറ്റർ, പിന്നേക്കാളും 4 മീറ്റർ മുമ്പിലായിരിക്കും.
ക്ലിയർ ആണ്. അപ്പൊ പിനെ സംബന്ധിച്ച് പി വിന്നിംഗ് പോയിന്റിൽ എത്താനായിട്ട് 100 മീറ്റർ ട്രാവൽ ചെയ്യണം, കവർ ചെയ്യണം. ക്യൂ എൻ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് അയാൾ 96 മീറ്റർ കവർ ചെയ്താൽ മതി ഈ വിന്നിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട്. കാരണം അയാൾ പിനേക്കാളും 4 മീറ്റർ മുമ്പിലാണ്. പക്ഷേ ഈ ഒരു കേസിലും സ്റ്റിൽ പി എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തിട്ടുണ്ട്? പി ബീറ്റ്സ് ക്യൂ. പി ബീറ്റ്സ് ക്യൂ എന്ന് പറയുമ്പോൾ ഈ കേസിൽ വിന്നറും ആര് തന്നെയാണ്? പി ആണ്. പി ഈസ് ദി വിന്നർ. ബീറ്റ്സ് ക്യൂ. എങ്ങനെ? ആ തമ്മിലുള്ള വ്യത്യാസം തന്നിരിക്കുന്നത് 15 സെക്കൻഡ്സ് ആണ്. അപ്പം ക്യൂ ക്യൂ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 15 സെക്കൻഡ്സ് ആണ്. ഫൈൻഡ് ദി സ്പീഡ് ഓഫ് ക്യൂ. ഫൈൻഡ് ദി സ്പീഡ് ഓഫ് ക്യൂ. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നുമെങ്കിലും നമ്മൾ അതിനൊരു ഈ രീതിയിൽ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതിനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ സ്പീഡ് ഓഫ് പി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് ക്യൂവിന്റെയും പിയുടെയും സമയം, അതായത് ടൈം ഫോർ ക്യൂ covering 100 meter is equal to what? Time taken by P plus 15 second. ഇതാണ് ഇവിടുത്തെ ഫോർമുല. പി ആണ് ഇവിടെ വിന്നർ എങ്കിലും പിന്നേക്കാളും 15 സെക്കൻഡ് കൂടി അധികമായിട്ട് വേണ്ടി വരും ആർക്ക്? ക്യൂവിന് ഈ വിന്നിംഗ് പോയിന്റിൽ എത്താനായിട്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് പിയുടെ സ്പീഡ് ഓഫ് പി എത്രയും തന്നിട്ടുണ്ട്? 4 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 4 into 5/18 മീറ്റർ പെർ സെക്കൻഡ്. കാരണം ബാക്കിയല്ല നമുക്ക് മീറ്ററിലും സെക്കൻഡിലുമാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇതിന് ക്യൂ എടുക്കുന്ന സമയം എത്രയാണ്? പിനെ സംബന്ധിച്ച് ഈ ഡിസ്റ്റൻസ്, അതായത് 100 മീറ്റർ കവർ ചെയ്യാൻ വേണ്ടുന്ന സമയം ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിസ്റ്റൻസ് 100 മീറ്റർ ആൻഡ് സ്പീഡ് 4 into 5/18. ഞാൻ പറ്റാത്തത് ഈ ഒരു സ്റ്റെപ്പിൽ ഇതിൽ കുറെ ടൈംസ് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് 100 into 18 divided by 4 into 5 25 ആയിട്ട് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 90 സെക്കൻഡ്. അതായത് പി എന്ന് പറയുന്ന ആള് 100 മീറ്റർ, അതായത് അല്ലെങ്കിൽ വിന്നിംഗ് പൊസിഷനിൽ എത്താനായിട്ട് വേണ്ടുന്ന സമയം 90 സെക്കൻഡ് ആണ്. അപ്പൊ അതിനേക്കാളും 15 മിനിറ്റും കൂടെ ആർക്ക് വേണം? ക്യൂവിന് വേണം. എത്ര മീറ്റർ കവർ ചെയ്യാനായിട്ട്? അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 96 മീറ്റർ കവർ ചെയ്യാനായിട്ട്. അപ്പൊ ടൈം ക്യൂവിന് വിന്നിംഗ് പൊസിഷനിൽ എത്താൻ വേണ്ടുന്ന സമയം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുല അനുസരിച്ച് 105 സെക്കൻഡ് ആണ്. പക്ഷെ അതേ സമയത്ത് ഡിസ്റ്റൻസ് ഓഫ് ക്യൂ, അതായത് ക്യൂ എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്? ഇവിടെ പിന്നേക്കാളും 4 മീറ്റർ മുമ്പിലായതുകൊണ്ട് ക്യൂ എന്ന് പറയുന്ന വിന്നിംഗ് പോയിന്റിൽ എത്താനായിട്ട് 96 മീറ്റർ ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് 96 divided by 105. നമുക്ക് ഇത് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാം. മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ ഈ വാല്യൂ നിങ്ങൾ റെഡ്യൂസ് ചെയ്താൽ മതി. ഇനി കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിപ്പോ മീറ്റർ പെർ സെക്കൻഡിലുള്ളതാണ് അല്ലെ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാനായിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷന്റെ ആൻസറിനനുസരിച്ച് അത് മാറ്റിയെടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഇനി നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ് രീതിയിൽ തരുന്നത്. അതായത് ഡിഫറൻസ് ഡിസ്റ്റൻസ് രീതിയിലാണ് തരുന്നതെങ്കിലും നമുക്ക് ഇതുപോലെ ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് ിരിക്കേണ്ടത് 1-2 പോയിന്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒരു സ്പെഷ്യൽ കേസാണ്. ഇവിടെ 3 കണ്ടസ്റ്റന്റ് ആണ്.
A, B, C. A, B, C. Participating in a race of, assume that നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റേസ് എന്ന് പറയുന്നത് 1000 മീറ്റർ റേസ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, അതായത് A reaches first by beating B by 20 meter and C by 50 meter. ഓക്കെ, എന്താണ് ഇതിന്റെ ഒരു മീനിങ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അവിടെ രണ്ടുപേരുള്ള കേസിലാണ് നമ്മൾ ബൈനറി ഡിഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം, ഈ ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആരാണ് വിന്നർ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ വിന്നർ എന്ന് പറയുന്നത് എ ആണ്, കാരണം എ ആണ് ഫസ്റ്റ് റീച്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെന്റൻസിന്റെ മീനിങ് ഇതാണ്, എ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്നാണ്. അപ്പം ഇവിടെ എനെ സംബന്ധിച്ച് എ എന്ന് പറയുന്നത് ആളെക്കാളും 20 മീറ്റർ എഹെഡ് ആണ് ബി, അതേപോലെ തന്നെ എനേക്കാളും 50 മീറ്റർ എഹെഡിലാണ് സി നിൽക്കുന്നത്, അവരുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എ ബി സി ഒരു 3 പൊസിഷനിലായിരിക്കും അവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 20 മീറ്റർ ആണ്. അതുപോലെ ഇനി ബിയും സിയും അല്ല, മറിച്ച് എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ 50 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പർട്ടിക്കുലർ കേസിൽ സിനെ സംബന്ധിച്ച് സി ഈ ഒരു വിന്നിങ് പൊസിഷനിലെത്താനായിട്ട്, വിന്നിങ് പോയിന്റിലെത്താനായിട്ട് സി കവർ ചെയ്യേണ്ടത് 950 മീറ്റർ ആണ്. 950 മീറ്റർ കവർ ചെയ്യണം. അതുപോലെ തന്നെ ബിനെ സംബന്ധിച്ച് ഈ ഒരു വിന്നിങ് പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി ബി 980 മീറ്റർ കവർ ചെയ്യണം. എനെ സംബന്ധിച്ച് 1000 മീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് നിർത്താം. P, Q and R. P, Q and R are 3 contestants in the 1000 meter race. If P can give Q a start of 40 meter and P can give R a start of 64 meter, how many meters start can Q give R? Okay, simple question.
അങ്ങനെ തോന്നുമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം ആദ്യം. ഇവിടെ PQR ആണ് നമ്മുടെ 3 പാർട്ടിസിപ്പൻസ്. 100,000 meter race. Winning starting point and winning point. Now P എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് if P can give Q a start of 40 meter. അപ്പോൾ P ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവുക. Pയും Qയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 40 ആണ്. അതുപോലെ ചിലപ്പോൾ ചില സമയത്ത് ഈ ഏതാണ് സെക്കൻഡ് പൊസിഷൻ എന്ന് വരുന്നത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ Pയും Qയും തമ്മിലുള്ള ഡിഫറൻസ് 40 മീറ്റർ ആണ്. Pയും Rഉം തമ്മിലുള്ള ഡിഫറൻസ് 64 മീറ്റർ ആണ്. അപ്പൊ P കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പാർട്ടിസിപ്പന്റ് ആരാണ്? Q ആണ്. കാരണം ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കുറവ്, 40 മീറ്റർ. ഇനി അതിനുശേഷമാണ് ആറിന്റെ പൊസിഷൻ. കാരണം Pയും Rഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 64 മീറ്റർ. ഇപ്പൊ ഇങ്ങനെ വരണമെങ്കിൽ Q എന്ന് പറയുന്നത് ഈ മിഡിൽ പൊസിഷൻ ആയിരിക്കണം. ഓക്കെ. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി മീറ്റേഴ്സ് സ്റ്റാർട്ട് Q ഗീവ് R. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ തോന്നുമ്പോൾ ഇവര് തമ്മിലുള്ള ഈ ഡിഫറൻസ്, ഇവര് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 24 മീറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ക്ലിയർ ആണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിളിലും അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ എക്സാമ്പിളിലും നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ, അതായത് P can give Q as a start of X മീറ്റർ or Y മീറ്റർ എന്ന് പറയുമ്പോൾ P എന്ന് പറയുന്ന ആൾ എപ്പോഴും എത്രയായിരിക്കണം? അവിടെ 1000 മീറ്റർ റേസ് ആണെങ്കിൽ 1000 മീറ്റർ കവർ ചെയ്യണം. ആ രീതിയിലാണ്. അല്ലെങ്കിൽ P എന്ന് പറയുന്ന ആളെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സെന്റൻസ് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഹൗ മെനി മീറ്റേഴ്സ് സ്റ്റാർട്ട് Q ഗീവ് R. ഇത് ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ 24 മീറ്റർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതല്ല ഇതിന്റെ ആൻസർ. ഇവിടെ Pനെ സംബന്ധിച്ച് P എന്ന് പറയുന്ന ആള് 1000 മീറ്റർ കവർ ചെയ്യണം. ആ സമയത്ത് Q എന്ന് പറയുന്നത് എത്ര മീറ്റർ കവർ ചെയ്താൽ മതി? 960 മതി. R എന്ന് പറയുന്നത് 1000 - 24 അല്ലെ, 976 മീറ്റർ. അങ്ങനെ വരും. 1000 - 64 ആണ്. ഇനി ഈ Q Rഉം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? Qn എന്ന് പറയുന്നയാളിനെ ആ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് എത്തിക്കണം. അപ്പൊ Q എന്ന് പറയുന്നയാള് 1000 മീറ്റർ കവർ ചെയ്യുന്ന സമയത്ത് R എന്ന് പറയുന്നയാൾ എത്ര മീറ്റർ കവർ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ ആ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ Qവിനെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്തിക്കണം. അതായത് Q എത്ര മീറ്റർ കവർ ചെയ്യണം? വിന്നിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട് 1000 മീറ്റർ കവർ ചെയ്യണം. ആ സമയത്ത് R എന്ന് പറയുന്നതിന്റെ പൊസിഷൻ എന്തായാലും Qവിനേക്കാൾ മുമ്പിലാണ്. ആ സമയത്ത് R എത്ര മീറ്റർ കവർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ടാണ് ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. അതായത് Q ഗേവ് R സം മീറ്റർ. എത്ര? ഓക്കെ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾക്ക് Qവും R രണ്ട് പാർട്ടിസിപ്പൻസ്. എത്ര മീറ്റർ സ്റ്റാർട്ടിംഗ് ആണ് Q Rന് കൊടുത്തിരിക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ Qവും R. Q എന്ന് പറയുന്നയാള് നമ്മുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ ഡിസ്റ്റൻസ്, അതായത് വിന്നിംഗ് പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര മീറ്റർ കവർ ചെയ്യണം? 960 ഇവിടെ 40 ആണ്, 960 മീറ്റർ കവർ ചെയ്യണം. അതേസമയത്ത് R എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച വിന്നിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട്, വിന്നിംഗ് പൊസിഷനിലേക്ക് എത്താനായിട്ട് 1000 - 64, അതായത് 936 മീറ്റർ കവർ ചെയ്താൽ മതി. ഇതിന്റെ ആൻസർ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.
ഇൻ ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഇതൊരു 960 മീറ്റർ റേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് പീന് നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞു. പീന് ഒഴിവാക്കി കളഞ്ഞപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നമ്മൾ ക്യൂ ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ റേസ് എന്ന് പറയുന്നത് എത്ര മീറ്ററിന്റെ റേസ് ആയിട്ട് മാറും? 960 മീറ്ററിന്റെ റേസ് ആയിട്ട് മാറും. അപ്പൊ ഈ 960 മീറ്റർ റേസിൽ ക്യൂ എന്ന് പറയുന്നതാണ് പിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടിംഗ് എത്രയാണ്? 24 മീറ്റർ ആണ് അല്ലെ? അപ്പം അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇൻ 960 മീറ്റർ റേസ് Q gives 24 meter start to P. Start to R. Okay, ഇത് 960 മീറ്റർ ആണെങ്കിൽ 24 മീറ്റർ ആണ് ഇവിടെ ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1000 മീറ്റർ റേസിലുള്ള കാര്യമാണ്. 1000 മീറ്റർ റേസിലാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം. ഇതിപ്പം 960 മീറ്റർ റേസിലാണെങ്കിൽ ഇത്രയും മീറ്റർ ആണ് ക്യൂ ആറിന് കൊടുക്കുന്ന സ്റ്റാർട്ട്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ റേസിൽ ക്യൂ ആറിന് കൊടുക്കുന്ന സ്റ്റാർട്ട് എത്രയായിരിക്കും? 24 by 960 മീറ്റർ ആയിരിക്കും അല്ലെ? അപ്പൊ 1000 മീറ്ററിൽ എത്രയായിരിക്കും? 1000 മീറ്ററിൽ 1000 മീറ്റർ റേസിൽ Q gives 1000 into 24 by 960 meter start to R. Okay. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ക്യാൻസൽ ചെയ്യാം. 24 to 25. ഇവിടെ 25 മീറ്റർ സ്റ്റാർട്ട് ആണ് ക്യു ആറിന് കൊടുക്കുന്നത്. അതായത് 1000 മീറ്റർ റേസിൽ 1000 മീറ്റർ റേസിൽ ക്യൂവും ആറും തമ്മിലുള്ള ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ആ സമയത്ത് ആർ എന്ന് പറയുന്ന ആള് 975 മീറ്റർ കവർ ചെയ്തിരിക്കണം ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്താനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ ഒരു ഡിഫറൻസ് അല്ല ഇതിന്റെ ആൻസർ. ഈ റേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1000 മീറ്റർ റേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത്രയും ഉള്ളൂ ഇതിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനായിട്ട്. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസിൽ എല്ലാത്തിലും മിക്കവാറും സ്പീഡിനെ കുറിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അപ്പം അത് നമ്മൾ മുൻപേ സ്പീഡിന്റെ ഫോർമുലാസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. കാരണം വേറെ ഏത് രീതിയിലാണെങ്കിലും കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട്. ഈ രീതിയിലാണെങ്കിൽ ഒരു 2-3 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് കഴിയും ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിന്റെ. ഓക്കെ, വേറെ പല രീതികളും നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി സ്റ്റെപ്സും ഉണ്ടാവും, അതുപോലെ കാൽക്കുലേഷൻ കൂടുതലും ഉണ്ടാവും. ഈ ഒരു ഷോർട്ട് കട്ട് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് പോലെ ചെയ്യാനായിട്ട് ഞാൻ അയച്ചു തന്നേക്കാം. നിങ്ങളത് ചെയ്താൽ മതി. അപ്പം ഇതിൻ്റെ അകത്ത് ഇത്രയും തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും നിങ്ങൾ അതിനെ കാണേണ്ടതില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് റേസസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയുള്ളൂ. ഓക്കെ.